മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം നന്നായി ഭക്ഷണം കഴിക്കുന്ന നല്ല ഭക്ഷണപ്രിയനാണ്, നന്നായി മീൻകറി കഴിക്കുന്ന, അതേക്കുറിച്ച് പുസ്തകം എഴുതുകയാണ്. അപ്പോൾ അദ്ദേഹം പക്ഷേ ഒരു ഘട്ടത്തിന് ശേഷം പഴയ ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടാൽ മുഖമൊക്കെ കുറച്ച് വലുതാണ്, ഇപ്പോൾ ചെറുതാണ്, വളരെ മെലിഞ്ഞിട്ടാണ്, ഇപ്പോൾ വളരെ മെലിഞ്ഞിട്ടാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് എല്ലാ ഭക്ഷണം ഇഷ്ടമാണ്, ഭക്ഷണം തേടിപ്പോയി രുചി തേടിപ്പോയി കഴിക്കുന്ന ആളാണ്. പക്ഷെ പിന്നീട് ഭക്ഷണം കുറച്ചു, ഒരു ഘട്ടത്തിന് ശേഷം ഭക്ഷണം കുറച്ചു, ശരീരത്തിലെ വ്യത്യാസം. അതുപോലെ VS വളരെ നിഷ്ഠയായിരുന്നു. അതുപോലെ ലീഡർ ശ്രീ കെ കരുണാകരൻ ഇളനീരും രാവിലെ 2 ഇഡലിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഭക്ഷണം മാറ്റേണ്ടി വരും, അങ്ങനെ മാറ്റിയിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. നമ്മളൊക്കെ ഇപ്പോൾ സത്യത്തിൽ വി ഡി സതീശൻ്റെ അക്കാര്യത്തിൽ അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കി കാണുന്നത്. ഇപ്പം ഭക്ഷണ കാര്യത്തിൽ ഇത്രയും താല്പര്യത്തോടെ അല്ലെങ്കിൽ ഇതുപോലെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അന്വേഷിച്ചു പോകുന്ന വി ഡി സതീശൻ്റെ ശരീരത്തിൽ അത് പ്രതിഫലിക്കുന്നില്ല. അദ്ദേഹം എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അളവ് കുറച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അളവ് കുറച്ചുകൊണ്ടാണ് എല്ലാ ഭക്ഷണം കഴിക്കും, കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എല്ലാ ഭക്ഷണവും കഴിക്കും, പക്ഷെ അളവ് കുറച്ചു. അത് തന്നെയല്ല, അത് വളരെ സൂക്ഷ്മതയോടെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. BS അങ്ങനെ ആ രീതി BS മന്ത്രിസഭയിൽ ഞാൻ കുറച്ചു കാലം ഇരുന്നതുകൊണ്ട് വളരെ കൃത്യമായി അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ആ നിലയിൽ തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ നമുക്കൊന്നും കഴിയാറില്ല. അല്ല, VD ഇപ്പോൾ ഇങ്ങനെ ശരീരം മാനേജ് ചെയ്തു, ഭക്ഷണം മാനേജ് ചെയ്തു, ഭക്ഷണപ്രിയനാണെങ്കിലും അപ്പോൾ ഈ മന്ത്രിസഭയെ നന്നായി മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന ഉത്തമമായ വിശ്വാസം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ടീം UDF നിലയിൽ. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്രോഗ്രസ്, ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പം തന്നെ അത് ഉണ്ടായിക്കഴിഞ്ഞല്ലോ, ഇന്നലെ മാത്രമല്ല. ഈ പുതുയുഗയാത്ര കേരളത്തിൽ ഇടതു മുന്നണിയുടെ ദുർഭരണത്തിനെതിരെ പ്രതിപക്ഷ നേതാവായിരിക്കും ശ്രീ വി ഡി സതീശൻ നയിച്ച പുതുയുഗ യാത്ര ഒരു ചരിത്ര സംഭവമല്ലേ. ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്രയോടൊപ്പം സഞ്ചരിച്ച ആളാണ്. എന്തായിരുന്നു രാത്രി 10 മണിക്ക് നമ്മൾ ചെല്ലുമ്പോഴും 10,000 മനുഷ്യർ ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാൻ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അതൊരു ജനവികാരത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. അവിടെ എന്തുമാത്രം സ്ത്രീകളും കുട്ടികളോടൊക്കെ എന്തുമാത്രം പേരെ വന്നു, ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തി. ഇന്ന് രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ ഇപ്പോൾ ആളുകൾ കുറവുള്ള കാലമാണ്. നമ്മളൊക്കെ പണ്ട് പൊതുയോഗം നടത്തിയാൽ ഇപ്പോൾ PT ചാക്കോ പ്രസംഗിക്കുന്നു പണ്ട് കോട്ടയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജനാവലി അങ്ങ് ഒഴുകും. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറോട്ട് വലിയ അടുപ്പമായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി സാറ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ആളായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്, രാത്രി വൈകി ഒരു 10 മണിക്ക് കാസർഗോഡാണ് കണ്ടെങ്കിൽ പിറ്റേന്ന് പുലർച്ചെ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നപ്പോൾ ഒരു പ്രതികരണം നമ്മൾ കാണും. അത് കഴിഞ്ഞ് 10 മണി കഴിയുമ്പോൾ അദ്ദേഹത്തെ കാണുന്നത് കോട്ടയത്താണ്. ഉമ്മൻചാണ്ടി സാറിന് എന്താണ് പറ്റിയ സത്യത്തിൽ? അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കറിയാം. എങ്കിലും അദ്ദേഹം ഭക്ഷണം ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നം അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനത് വിശ്വസിക്കുക. ഞാൻ ഉമ്മൻചാണ്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഞാൻ കോട്ടയം ബസിൽ സ്കൂളിലാണ് പഠിച്ചത്. കോട്ടയത്തിൻ്റെ ഒരു ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ എല്ലാം മനസ്സിൽ, ഉമ്മൻചാണ്ടി സാറ്, KM മാണി സാറ്, P ജോസഫ് സാർ, ഇവരെല്ലാവരും നമ്മുടെ കോട്ടയത്ത് കണ്ട രാഷ്ട്രീയ നേതൃത്വം. ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ സത്യത്തിൽ ഭക്ഷണത്തിൽ ഒരു തരത്തിൽ അദ്ദേഹം ഇതൊന്നും നോക്കാറില്ല. കാരണം ഞാൻ രാത്രി അതേപോലെ 11 മണി 12 മണിയാകുമ്പോൾ കോട്ടയത്ത് ഗസ്റ്റ് ഹൗസിൽ കാണാമെന്ന് പറയും. വരുന്ന 1 മണിക്കും 2 മണിക്കും വരും. ആ നേരത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി ആയിരിക്കും പോലും കാത്തിരിക്കാം. പക്ഷെ ആ സമയത്ത് വരുമ്പോഴും അദ്ദേഹം അത്താഴം കഴിക്കുന്ന ആ സമയത്തായിരിക്കും. ഈ സമയനിഷ്ഠ ഭക്ഷണകാര്യത്തിലൊട്ടും വണ്ടിയിൽ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്ര ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും അദ്ദേഹത്തിന് എല്ലാ അറേഞ്ച്മെൻറ്റ്സാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോരുവാണെങ്കിൽ ചെങ്ങന്നൂരാകുമ്പം ആണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പാക്കറ്റിൽ 1-2 പൂരി ആയിരിക്കും, അല്ലെങ്കിൽ 2 ഇഡ്ഡലി ആയിരിക്കും. അത് ആ വണ്ടിക്കകത്തിരുന്നിരിക്കുന്നു, ടിഷ്യൂ പേപ്പറിൽ കൈകാര്യം ചെയ്യുന്നു, അടുത്ത സ്പോട്ടിൽ ഇറങ്ങുമ്പോൾ കൈ കഴുകും. ഇതൊന്നും ആരും അറിയത്തില്ല. പക്ഷേ പൊതുപ്രവർത്തകർ കുറെ കൂടി ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങ് മന്ത്രിയാവുകയാണ്, കൂടുതൽ തിരക്കുകളിലേക്ക് പോവുകയാണ്. എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ കഴിയും? മലയാളി എങ്ങനെ പൊതുവിൽ ഭക്ഷണം മാനേജ് ചെയ്യണം എന്നതാണ് അങ്ങയുടെ ഒരു തോന്നൽ? സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യയും എൻ്റെ മകളും പറയും, അച്ഛൻ കാണിക്കുന്നത് ശരിയല്ല. കാരണം ശരിയാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് വീട്ടിലാളുകളെല്ലാം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ കൃത്യമായി കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ.